എന്താണ് പേഴ്സണൽ സെല്ലിംഗ്? Personal selling is a promotional method where a salesperson communicates directly with the customer to persuade them to buy a product or service. Personal selling അതിൽ തന്നെയുണ്ട് പേഴ്സണൽ പ്ലസ് സെല്ലിംഗ്. പേഴ്സണലായിട്ട് സെല്ല് ചെയ്യുക, അതാണ് നമുക്ക് ചുരുക്കി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊമോഷണൽ മെത്തേഡാണ്. പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷണൽ മെത്തേഡാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ ഒരു സെയിൽസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ നിൽക്കുന്ന ആളെയാണല്ലോ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നത്. ആ സെയിൽസ് പേഴ്സൺ ഡയറക്റ്റ്ലി കസ്റ്റമറിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി അയാളെ പ്രചോദിപ്പിക്കുക, അയാളെ പ്രേരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. വളരെ ചുരുക്ക രൂപത്തിൽ പറയുകയാണെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത് സെയിൽസ്മാൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വിൽക്കാൻ നിൽക്കുന്ന വിൽപ്പനക്കാരൻ കസ്റ്റമറോട് നേരിട്ട് ഇടപഴകി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് അയാളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, പ്രചോദിപ്പിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. Then personal selling is a direct two-way communication between a salesperson and a potential buyer to persuade them to purchase a product or service. Again, personal selling എന്ന് പറയുന്നത് ഒരു two-way communication ആണ്. എന്ന് വെച്ചാൽ അവിടെ സെല്ലർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, തിരിച്ച് കസ്റ്റമറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത്തരത്തിൽ സെയിൽസ് പേഴ്സണും പൊട്ടൻഷ്യലായിട്ടുള്ള ബയർ എന്ന് വെച്ചാൽ വാങ്ങാൻ സാധ്യതയുള്ള, വാങ്ങാൻ പറ്റുന്ന പൊട്ടൻഷ്യലായിട്ടുള്ള ബയറും തമ്മിലായിരിക്കും അവിടെ എന്ത് ചെയ്യുന്ന ഒരു two-way കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എന്നിട്ട് അയാളെ കൊണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ പ്രചോദിപ്പിക്കുകയോ ചെയ്യുകയാണ് ഈ സെയിൽസ് പേഴ്സൺ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ പ്രൊമോഷണൽ മെത്തേഡ്. ഇറ്റ് ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമർ നീഡ്സ് ആൻഡ് മാച്ചിങ് ദം വിത്ത് ദ റൈറ്റ് പ്രൊഡക്റ്റ് ബെനിഫിറ്റ്. പ്രധാനമായും കസ്റ്റമർ ഈ ഒരു പ്രോസസ്സിൽ കസ്റ്റമർ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. വെച്ചാൽ കസ്റ്റമർ എന്ത് ചെയ്യാം, ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. ഇതാണ് പ്രൊഡക്റ്റ്, ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇങ്ങനെയാണ്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റൈറ്റ് ആണെന്ന രീതിയിൽ കൃത്യമായിട്ട് കസ്റ്റമറെ ഈ പ്രൊഡക്റ്റിൻ്റെ ആവശ്യങ്ങളും ഈ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിപ്പിക്കാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാനോ ശ്രമിക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ നോക്കാം. എന്താണ് ഫിലിപ്പ് കോട്ട്ലർ എന്ന് പറയുന്നത്? മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ഫാദർ ആയിരിക്കുന്ന ഫിലിപ്പ് കോട്ട്ലർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് എ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ with one or more prospective purchaser for making presentations, answering questions and procuring orders. ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഒന്നിലധികമോ പർച്ചേസസ്, പ്രോസ്പെക്റ്റീവ് പർച്ചേസസ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള, പ്രൊഡക്റ്റിനോട് താല്പര്യമുള്ള, പ്രൊഡക്റ്റ് വാങ്ങാൻ കഴിവുള്ള ഇത്തരത്തിലുള്ള പ്രോസ്പെക്റ്റീവ് പർച്ചേസസ് എന്ന് വെച്ചാൽ ഒന്നിലധികം പ്രോസ്പെക്റ്റീവ് പർച്ചേസസ് തമ്മിൽ ഈ പറഞ്ഞ സെയിൽസ്മാനുമായിട്ടുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണ് ഈ പറയുന്ന പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടി പ്രൊഡക്റ്റിൻ്റെ പ്രസൻറ്റേഷൻസ് നമ്മൾ കൊടുക്കും, പ്രൊഡക്റ്റിനെ കൃത്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കും. ഇതാണെന്ന രീതിയിൽ വെൽ പ്രസൻറ്റേഷൻ നമ്മളവിടെ നടത്തും. ഒപ്പം ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൃത്യമായ ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കും, ഓർഡേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എടുക്കും. ഇത്തരം കാര്യങ്ങളാണ് ഈ പറഞ്ഞ പേഴ്സണൽ സെല്ലിംഗ് നടക്കുന്നത്. ഒന്ന് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ്, അതിൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ പ്രസൻറ്റേഷൻസ് നടത്തും, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കൊടുക്കും, അതുപോലെ തന്നെ അവരുടെ ഓർഡർ നമ്മൾ എടുക്കുകയും ചെയ്യും. ഇതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. സോ പേഴ്സണൽ സെല്ലിങ്ങിൽ സെയിൽസ്മാനും കസ്റ്റമേഴ്സും അഥവാ കസ്റ്റമറും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഓർ കമ്മ്യൂണിക്കേഷനാണ്, അല്ലെങ്കിൽ two-way കമ്മ്യൂണിക്കേഷൻ ഓർ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. അവിടെ സെയിൽസ്മാൻ വളരെ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രചോദിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന പ്രസൻറ്റേഷൻസും അവരുടെ ഡൗട്ട്സിനുള്ള ആൻസേഴ്സും ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും അറ്റ് ദ എൻഡ് അവരുടെ ഓർഡർ എടുക്കുകയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ അവർ ചെയ്യുന്നത്.